ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന ഡ്രിങ്ക് എന്ന് പറയുമ്പം അത് നെല്ലിക്ക, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ വയറിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നുണ്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് നെല്ലിക്കയാണ്. അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ ക്യാരറ്റിന് 4/1 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് റെഡ് കളർ ക്യാരറ്റാണ് കിട്ടുന്നത്, അതാണ് ഈ കളർ കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറയുന്നത് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയാണ്. അപ്പോൾ ഇഞ്ചി ചെറിയൊരു പീസ് എടുത്താൽ മതി, ഇഞ്ചി കൂടാൻ പാടില്ല. ഇഞ്ചി കുറച്ച് ചെറുതായ പീസ് എടുത്താൽ മതി. കറിവേപ്പില അതിൻ്റെ ഫ്ലേവർ, അതായത് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5-6 ഇതളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരമാണോ അതോ ഉപ്പാണോ, നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റ് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേനാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അരിച്ചെടുക്കുന്ന സമയം ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അരഞ്ഞ് കിട്ടാൻ പാടാണ്. കുറച്ച് ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കത് അരഞ്ഞ് കിട്ടണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ജ്യൂസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം അങ്ങോട്ട് നന്നായി തന്നെ ഞാൻ നല്ല ഫൈൻ സ്മൂത്തായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കിതിനകത്ത് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ കഴിക്കുന്നതാണോ ഇഷ്ടം അത് കണക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് 3 ഗുണങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ക്യാരറ്റ് എന്ന് പറയുന്നത് ബീറ്റ ക്യാരറ്റിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് വെജിറ്റബിളാണ്. നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയി വരാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നെല്ലിക്ക ഏറ്റവും നല്ല വൈറ്റമിൻ സി ഉള്ളതും അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള കാര്യമാണ് നെല്ലിക്ക. അത് നെല്ലിക്ക നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ കറിവേപ്പില അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഹെയറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുത്ത കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇഞ്ചി, നമ്മുടെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും കൂടി നമ്മൾ ഒരു ജ്യൂസായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി കുടിക്കാൻ നിൽക്കേണ്ട, ഒന്നിരാടായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ജ്യൂസിൻ്റെ റെസിപ്പി, അതായത് ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.